നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. AKG സെന്റർ ആക്രമണ കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെയും CPM നേതാവിനെയും ആശുപത്രിയിൽ അടുത്തടുത്ത കട്ടിലുകളിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് നാടകീയ രംഗങ്ങൾ. ആശുപത്രിയിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയതിനെ തുടർന്ന് സംഘർഷം ഭയന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് രംഗം തണുപ്പിച്ചു. AKG സെന്റർ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെ പോലീസ് കസ്റ്റഡി കഴിഞ്ഞ് കോടതിയിൽ എത്തിച്ചപ്പോഴാണ് നെഞ്ചുവേദനയുണ്ടെന്ന് അറിയിച്ചത്. തുടർന്ന് ഇയാളെ ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തിക്കാൻ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു. തുടർന്ന് ആശുപത്രിയിൽ സുഹൈലിനെ നിരീക്ഷണത്തിലാക്കി. ഇതേസമയം തൊട്ടടുത്ത കട്ടിലിൽ CPM നേതാവും മുൻ കൗൺസിലറുമായ IP ബിനുവും നെഞ്ചുവേദനയുമായി എത്തിയതിനെ തുടർന്നായിരുന്നു നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. ഇരുവരും ആശുപത്രിയിലുണ്ടെന്ന് വിവരമറിഞ്ഞാണ് CPM കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിലെത്തിയത്. സുഹൈലിനെ ആക്രമിക്കുമെന്ന അഭ്യൂഹം പരന്നതോടെ ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും എത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസും എത്തി. ഇതോടെയാണ് സുഹൈലിനെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സുഹൈൽ ഷാജഹാനെ ഒരു ദിവസത്തേക്കാണ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ നൽകിയിരുന്നത്. കഴക്കൂട്ടം, വെൺപാലവട്ടം എന്നിവിടങ്ങളിൽ എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. സുഹൈൽ ഷാജഹാൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യം ലഭിച്ചാൽ ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിക്കെതിരെ 11 കേസുണ്ടെന്നും പ്രോസിക്യൂട്ടർ കൊല്ലംപള്ളി മനു വാദിച്ചു. എന്നാൽ സമരം ചെയ്തപ്പോഴുള്ള പിഴയടിച്ച് തീർക്കാവുന്ന പെറ്റി കേസുകളാണിവയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു വാദിച്ചു. അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിയുടെ ജയിൽവാസം അനാവശ്യമാണെന്നായിരുന്നു പ്രതിഭാഗം വാദം. ശനിയാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കും.